നാളെ എനിക്ക് രേണുചേച്ചിക്ക് തൊട്ടാൽ മതി, ചേച്ചി വീണ് ചത്തുപോവാ. നാളെ എനിക്ക് രേണുചേച്ചി സുധീറിന്റെ കൂടെ പോകും. തൊട്ടാ ചത്തുപോകുന്ന ആളാ. പ്രയോഗം പ്രയോഗിക്കല്ലേ. ഇത് ടാസ്കിൻ്റെ ഇടയിൽ രേണുസുതി ബോധം കെട്ട് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ആര്യൻ പറഞ്ഞ വേർഡ്സാണിത്. കാരണം വീണ ഇപ്പം ചത്തു പോയിട്ടുണ്ടെങ്കിൽ സുധിച്ചേട്ടൻ്റെ അടുത്തേക്ക് പോകുമായിരുന്നു എന്നുള്ളത്. ശരിക്കും ഈ ഒരു ആര്യന് വിവരമില്ല എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. കാരണം മെച്യൂരിറ്റി കുറവല്ല, വിവരം എന്ന് പറയുന്ന സാധനം അടുത്തുകൂടെ പോയിട്ടില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ല. അതാണ് ആര്യൻ്റെ ഏറ്റവും വലിയ പോരായ്മ. നമ്മൾ കാണുമ്പോൾ നല്ല ലുക്കൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ല, പക്ഷേ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്തും സ്ഥലത്തും പറയാൻ എന്താ പറയുക, ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അതുകൊണ്ടൊരു കാര്യവുമില്ല. അപ്പോൾ ഇവിടെ സംഭവിച്ചതും അത് തന്നെയാണ്. ഇതിൻ്റെ മുൻപും അങ്ങനെ തന്നെയാണ്. നമ്മളെ പിന്നെ ഓരോരുത്തരോട് സംസാരിക്കുമ്പോഴും മുഖത്തോടുള്ള പല മാനറിസങ്ങളുമാണ് ആര്യന് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ കളിയാക്കിയിട്ട്. ആര്യൻ്റെ വിചാരം പുറത്ത് ഭയങ്കര സപ്പോർട്ടാണ് എനിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് അക്ബർ പറയുന്നൊരു വാചകമുണ്ട്, ബാക്കി നാട്ടുകാർ തീരുമാനിച്ചോളൂ എന്നുള്ളത്. അപ്പോൾ ഏകദേശം ആര്യൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഇവിക്ഷൻ ഉണ്ടെങ്കിൽ എന്തായാലും പിന്നെ പോകാനുള്ള ചാൻസ് ഒരു 99% ആര്യന് പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ എത്ര വലിയ ആളാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ ഫീലിങ്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ നമ്മൾ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യർക്ക് ബുദ്ധിയുണ്ട്, മൃഗങ്ങൾക്ക് ബുദ്ധിയില്ല. അപ്പോൾ നമ്മളൊരു മൃഗത്തിന് സമായി പോകും അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ചിലപ്പം ആര്യൻ്റെ ഭാഗത്തു നിന്നുള്ളത്, ആര്യൻ എല്ലാ സുഖ സൗകര്യത്തിലും ജീവിച്ച ഒരാളായിരിക്കും, ഒരു ഫീലിങ്സും അറിയാം. പക്ഷെ അങ്ങനത്തെ ഒരു ഫീലിങ്സും അറിയാത്ത ആൾക്കാരൊന്നും ഭൂമിയിൽ ഉണ്ടാവില്ലല്ലോ. ചിലപ്പം അതായിരിക്കും നല്ല ഫിനാൻഷ്യലി നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫാമിലിയിലൊക്കെ ആയിരിക്കും. അപ്പം പിന്നെ ആരുടെ സങ്കടങ്ങളും ഒന്നും എല്ലാം പുച്ഛമായിട്ട് തോന്നുന്ന ഒരാളായിരിക്കും ആര്യന്. അല്ലാതെ ഒരു നല്ലൊരു മനുഷ്യനും കുറച്ചൊരു ഫീലിങ്സും ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്താ പറയുക, മരിച്ചുപോയ ഒരാളെ വൈഫിനെ ഇത്തരത്തിലിങ്ങനെ അധിക്ഷേപിച്ച് പറയൂല. കാരണം അക്ബർ രേണുസുധീനായി പിന്നെ ഓമനപ്പേരിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം അവർ കുറേ പ്രാവശ്യം അക്ബർ പോയിട്ട് സോറി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ രേണുസുധീൻ അത് അംഗീകരിക്കാതെ നിന്നത്. അപ്പം അതിനുശേഷം പിന്നെ അക്ബർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അക്ബർ പറയുന്നുണ്ട് പിന്നെ വേറെ എന്തെല്ലാം ഒരു അനീഷിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിലും ഇങ്ങനെ ഈ ഒരു നിലപാടല്ലല്ലോ എടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിപ്പം അനീഷാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ അപ്പാനി അക്ബറും ആര്യനും എല്ലാം കൂടി അനീഷിനെ എന്താ പറയുക വറുത്തെടുത്തിട്ടുണ്ടാവുമായിരുന്നു. കാരണം പക്ഷേ അക്ബർ ഇവിടെ ഒരു കാര്യം ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിസ് നോക്കി കളിച്ചില്ല കേട്ടോ. തെറ്റാണെങ്കിൽ അത് തൻ്റെ ഗ്രൂപ്പിലുള്ള ആളാണ് അപ്പോൾ പറയരുത്, അങ്ങനെ ഒരു ചിന്താഗതി അക്ബറിന് വന്നിട്ടില്ല. അതെന്തായാലും നല്ലൊരു മൈൻഡാണ്.